എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള നമ്മുടെ സപ്പോർട്ടിന്, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ മുഴുവനായിട്ട് കാണാൻ കൂടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഈവനിങ് സ്നാക്ക് എന്ന് പറയുമ്പോൾ വളരെ എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഹെൽത്തി എന്ന് പറഞ്ഞാലും പോലെ വളരെ ഹെൽത്തിയാണ്. അതിലെല്ലാ ഐറ്റംസും അടങ്ങിയിട്ട് നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ഇലയൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അടയാണ് ഉണ്ടാക്കുന്നതെന്ന്. അടയല്ല, ഇത് വേറൊരു ടൈപ്പ് അടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് അങ്ങനെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഒന്ന് ചിരകിയെടുക്കുകയാണ്. തേങ്ങ ചിരകുന്ന സമയത്ത് നമ്മളെ റൗലിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അവൾ ഈ കുഞ്ഞു കുട്ടികളെ പോലെയാണ്. കുഞ്ഞു കുട്ടികൾ നമ്മൾ തേങ്ങ ചിരകുമ്പോൾ ഓടി വന്ന് കൈയിട്ട് വാരി എടുക്കും പോലെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഈ തേങ്ങ ചിരകുന്ന അതിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ എവിടെയാണെങ്കിലും ഓടി വരും കേട്ടോ. നമ്മുടെ കയ്യിൽ നിന്ന് അതൊരു വാങ്ങി കഴിച്ചാലേ അവൾക്ക് സമാധാനമാവുള്ളൂ. അങ്ങനെ ഞാൻ ചിരകുന്ന സമയത്ത് ഓടി വന്നാണ്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് കഴിക്കാൻ കൊടുത്താണ് കേട്ടോ. അങ്ങനെ ഞാനും അവളും കൂടെയാണ് ഇന്നത്തെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് സാധാരണ അട തോന്നും, പക്ഷേ സാധാരണ അടയേക്കാട്ട് നല്ല ടേസ്റ്റാണ്. അതിലെല്ലാ ഐറ്റംസും ഉൾപ്പെടുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് കുത്തിപ്പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ വെള്ളത്തിന് പകരം വെള്ളത്തിൻ്റെ പൊടിയൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ, അത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ നമ്മുടെ 2 വെള്ളം ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുന്നുണ്ട്. ഇതിന് മധുരം അധികം ആവശ്യമില്ല കേട്ടോ. 2 വെള്ളം തന്നെ ധാരാളമാണ്. അത് നല്ല പോലെ തന്നെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുക്കുക. അപ്പം ഞാൻ 2 വെള്ളം ഇതുപോലെ ഒന്ന് കുത്തിപ്പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പഴം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാളയംകുടം പഴമാണ് ചേർക്കുന്നത്. എല്ലാം ഒരു 2 ഗ്ലാസ് അളവിലാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 2 പഴം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പഴം ഇതുപോലെ തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ തന്നെ ഉടച്ചെടുക്കുക കേട്ടോ. ഇതെല്ലാം മിക്സിയിലിട്ടൊന്നും അടിക്കരുത്, അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ഇതുപോലെ കൈ കൊണ്ട് നല്ല പോലെ നശിക്കി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഒരുപാട് ഉടച്ചങ്ങനെ കുഴമ്പ് രൂപത്തിലൊന്നും ആക്കണ്ട. കൈ കൊണ്ട് ലൈറ്റായിട്ടൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങയുടെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വെല്ലവും പഴവും തേങ്ങയും ഇത് തന്നെ ഒരു പ്രത്യേക മണമാണ് കേട്ടോ. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുകൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ചെയ്യുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു 2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ അളവ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ഐറ്റംസിൻ്റെയും അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി ഒരു 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മിക്സിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും മണവുമായിരിക്കും അതിന്. അങ്ങനെ ഞാൻ ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി കൂടെ നമ്മുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ആദ്യം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കുന്നത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം തന്നെ വെള്ളമൊന്നും ഒഴിക്കരുത്. നമ്മുടെ ഈ വെല്ലത്തിൻ്റെയും പഴത്തിൻ്റെയും കൂട്ടിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് എല്ലാം കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഓവർ വെള്ളമായി പോകും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യം പിന്നെ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ അതുമാത്രമല്ല കേട്ടോ, ഇത് മിക്സിയിലിട്ടൊന്നും അടിക്കരുത് കേട്ടോ. ഇതെല്ലാം കൂട്ടും കൂടി ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചാൽ നമ്മൾ ഈ ഒറിജിനൽ ടേസ്റ്റൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ചപ്പാത്തി പരുവത്തിലും കാട്ടിലും ലൂസായിട്ട് വേണം കേട്ടോ നമുക്ക് ഈ നമ്മുടെ മാവ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന്
മിക്സ് ചെയ്തെടുക്കുക. പക്ഷേ ഇത് ഉണ്ടാക്കി വരുമ്പോഴില്ലേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ഓരോരോ സാധനത്തിനും അതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. നമ്മൾ തേങ്ങയൊക്കെ വെച്ച് അട ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇത് വളരെ ഹെൽത്തിയാണ്. എന്താ പറഞ്ഞാൽ അതിൽ പഴം, തേങ്ങ, പിന്നെന്താ പറയുക, വെല്ലം, ഗോതമ്പ് പൊടി, അതുപോലെ തന്നെ നെയ്യ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈവനിങ് സ്നാക്ക് വളരെ ഹെൽത്തിയാണ്. കുട്ടികൾക്ക് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. നമ്മൾ എന്താ പറയുക, വെളിയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടി നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹെൽത്തി ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ലൂസായിട്ടാണ് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ പറയുക, ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ തീയെല്ലാം കത്തിച്ച് ദോശക്കല്ലിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മുടെ ദോശക്കല്ല് അവിടെ ഇരുന്ന് ചൂടായി വരട്ടെ. അതിനുള്ളിൽ നമുക്ക് അടയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം അല്ലേ. കാര്യങ്ങളല്ല, അട നമുക്ക് പരത്തിയെടുക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഞാൻ വാഴയിലയിലാണ് പരത്തിയെടുക്കുന്നത്. പിന്നെ നമുക്ക് വാഴയില ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ വാങ്ങുന്ന കവറുണ്ടല്ലോ, അതിലൊക്കെ അങ്ങോട്ട് പരത്തിയെടുക്കാം കേട്ടോ. പക്ഷേ വാഴയിലയിൽ പരത്തിയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല ഒരു പഴമയുടെ രുചിയും സ്വാദും ടേസ്റ്റും എല്ലാം ഉണ്ടാവുക കേട്ടോ. നമ്മുടെ ഇല കഴുകിയെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണം നമ്മൾ കൈയൊന്ന് കഴുകിയിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുള്ള നമ്മുടെ കൂട്ടുണ്ടല്ലോ, അതിൽ നിന്നൊരു ചെറിയ ഉരുള എടുത്തതിന് ശേഷം നമുക്ക് ഇല വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എത്രത്തോളം നമ്മൾ നൈസായി പരത്തിയെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടുതലായിരിക്കും നമ്മുടെ ഈ അടയ്ക്ക്. എന്താ പറഞ്ഞാൽ നമ്മൾ ഈ അടയിൽ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം കനം കൂടുതലാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. കുറച്ച് നൈസായി പരത്തുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഇതുപോലെ എണ്ണ തേച്ചിട്ട് ഇതുപോലെ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒരു 2-3 അടയൊക്കെ നമുക്ക് ഇതുപോലെ പരത്തിയെടുക്കാം. അതിനുശേഷം വീണ്ടും കുറച്ച് എണ്ണ തേച്ചിട്ട് പരത്തുകയാണെങ്കിൽ അധികം ഒട്ടാണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇലയിൽ നിന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എണ്ണ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം നൈസായി പരത്തിയിട്ടുണ്ട്. അതും പറഞ്ഞാൽ ഓവറായിട്ട് നൈസായി പരത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാനും കിട്ടില്ല കേട്ടോ. ഒരു ചെറിയൊരു തിക്നെസ് അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് ശേഷം നമ്മൾ ദോശക്കല്ലിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യിലാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അട നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള നമ്മുടെ ഇല ഇതേപോലെ നമ്മുടെ ദോശക്കല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇലയിൽ നിന്ന് വിട്ട് വരാൻ പെട്ടെന്ന് സഹായിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാനതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതുപോലെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഇലയിൽ നിന്ന് ഇത് നന്നായി തന്നെ വിട്ട് വരും. ഇനിയിപ്പോൾ ഈ ഒരു സൈഡ് നമുക്ക് വിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അമർത്തിയിട്ട് കൈ കൊണ്ട് സൈഡ് ഭാഗം മാത്രം ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് തന്നെ നമ്മുടെ അട ഇലയിൽ നിന്ന് വിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചാലും വൃത്തിയായിട്ട് കിട്ടില്ല, അത് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിം വയ്ക്കുമ്പോൾ നമ്മുടെ അടയൊക്കെ നല്ലപോലെ വെന്ത് വരാൻ ഒരുപാട് സഹായിക്കും കേട്ടോ. അതവിടെ റെഡിയായി വരുന്ന നേരം നമുക്ക് അടുത്ത അട ഇതുപോലെ തന്നെ പരത്തി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഓരോന്ന് നമ്മൾ കല്ലിലിട്ട് കഴിഞ്ഞാൽ അടുത്തത് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ അട ഒരു വശമൊക്കെ റെഡിയായിട്ട് വരും. അപ്പോൾ നമുക്ക് പണി എളുപ്പമാണ്, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അങ്ങനെ ഒരു സൈഡ് റെഡിയായതിന് ശേഷം നമ്മളിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് ഈ ഭാഗത്ത് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റായിരിക്കും. ഇതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ, അതായത് നമ്മുടെ കല്ലിക്കിടന്ന് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു പ്രത്യേക ഫ്ലേവറായിരിക്കും കേട്ടോ വരിക. നമ്മുടെ പഴത്തിൻ്റെയും വെല്ലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഈ ചേർക്കുന്ന നെയ്യിൻ്റെയും എല്ലാം കൂടെ മണം ഒരു പ്രത്യേക മണമായിരിക്കും കേട്ടോ. ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരിക്കും. നമ്മുടെ ഈ അടയ്ക്ക് ഒരുപാട് മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഒരുപാട് മധുരമാകുമ്പോൾ അതൊരു മട്ടിപ്പോകും. ഒരു മീഡിയം മധുരമാണ് ഏറ്റവും നല്ലത്. ഇതിങ്ങനെ കല്ലിലിങ്ങനെ ചുട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു മണവും കാണാനുള്ള ആ ഭംഗിയെല്ലാം ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെയുള്ള അട ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തി പറഞ്ഞാലും പോരാ, അത്രത്തോളം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ 2 വശവും മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 2 വശം വേവാൻ ഒരു ടൈം എടുക്കുന്നുണ്ടെന്നോ വെന്തില്ലെന്നാ തോന്നുകയാണെങ്കിൽ അത് 2 വശവും ഒന്ന് മറിച്ചിട്ട് വെച്ചിട്ട് നടുക്ക് സെൻറ്ററായിട്ട് ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് വരും. നമ്മൾ 2ാം പ്രാവശ്യം ഇതുപോലെ നമ്മൾ അട ചേർക്കുന്ന സമയത്ത് കല്ലിലേക്ക് നെയ്യോ എണ്ണ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ചേർത്തതിന് ശേഷം ഇതുപോലെ ഇലയിട്ടിട്ട് വീണ്ടും നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ ഓരോ പ്രാവശ്യവും നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ തേച്ച് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിട്ട് വരാൻ പ്രയാസമാകും, പിന്നെ ആകെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്ന സമയത്ത് കല്ലിലിട്ടിട്ട് എണ്ണ തേച്ചതിന് ശേഷം മാത്രം കല്ലിലിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഇതുപോലെ മെല്ലെ ഇട്ടതിന് ശേഷം
ശേഷം ഒരു സൈഡായിട്ട് ഇങ്ങനെ വിടിയിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വിടിയിച്ചെടുക്കാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. ഒന്ന് വെടിച്ച് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നെയ്യാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ലാത്തവർക്ക് നെയ്യ് ചേർക്കാണ്ടും ഉണ്ടാക്കുക, അതും ഒരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നെയ്യൊക്കെ ചേർക്കുമ്പോൾ അവർക്ക് ഒന്നുകൂടെ കൂടുതൽ കഴിക്കാനുള്ള ഒരു ടേസ്റ്റ് കൂടുതൽ ടെൻഡൻസി കൂടും കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ 2 ഗ്ലാസ് പൊടിക്ക് ഏകദേശം ഒരു 10-12 അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ രീതിക്ക് അനുസരിച്ചെടുക്കും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് തിക്കായിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണം കുറഞ്ഞ് വരാം, കുറച്ച് ലൈറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് കിട്ടും കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല സൂപ്പറായിരിക്കുന്നത് കട്ടൻ കാപ്പി, കട്ടൻ ചായ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ. പക്ഷേ ഞാനിന്ന് ഉണ്ടാക്കുന്നത് പാൽ കാപ്പിയാണ്. നമ്മുടെ ബ്രൂ കാപ്പി അതിലേക്ക് ചേർത്ത് കൊടുത്ത് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് നമ്മുടെ പാല് ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് നമ്മളിത് നാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ അശ്വിനൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അടയും അതുപോലെ കാപ്പിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ അത് നമ്മളിങ്ങനെ പീസാക്കി എടുക്കുമ്പോൾ തന്നെ പ്രത്യേകം മണമാണ് കേട്ടോ. പിന്നെ നമ്മളിതിൽ ഏലക്കപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയും അതായിട്ടുള്ള ഒരു മണവും കൂടെ നമുക്കുണ്ടാകും. അങ്ങനെ നമ്മുടെ ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പിയും ഈവനിങ് സ്നാക്കുമായിട്ട് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൽ ചെറുപഴം തന്നെ ചേർക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. അതാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ചെറുപഴവും വെല്ലവും തേങ്ങയും നമ്മുടെ ഗോതമ്പും എല്ലാം കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ അടയ്ക്ക് ഒരു ടേസ്റ്റാണെങ്കിൽ ഇതിന് അതിവിടെ ടേസ്റ്റായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നാറുള്ളത്. ഇത് നമ്മൾ കല്ലിൽ ചുട്ടെടുക്കുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈവനിങ് സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.